ഫ്രണ്ട്സ്, ഇത് പോക്കോയുടെ X2 പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ടച്ച് കണക്ടറിലേക്കും അതുപോലെ തന്നെ ക്യാമറയുടെ കണക്ടറിലേക്കുള്ള GR നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, രണ്ട് കണക്ഷൻ CPU യിൽ നിന്നുള്ള സിഗ്നൽസിൻ്റെ കണക്ഷൻ മിസ്സിംഗ് ആയിട്ട് കാണാം. ഇത് ഈ ഒരു മോഡൽസിൽ കോമൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ CPU റീബോളി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഗ്രില്ല് IC പ്രൊട്ടക്ഷൻ ഷീൽഡ് ഇതുപോലെ സേഫായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിട്ടുള്ളത് Qualcomm SM7950 പറഞ്ഞ CPU ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ CPU. ഫസ്റ്റ് നമ്മൾ CPU റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സൈഡും ഗ്ലൂ കട്ടാണ് ചെയ്യുന്നത്. ഗ്ലൂ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള എയർ അറിയുന്നത് 40 ആണ്. അതുപോലെ തന്നെ അതിലുള്ള ഹീറ്റ് 280 ഹീറ്റാണ്. അതിനുശേഷം നമ്മൾ IC CPU ചാരിയിട്ടാണ് ഗ്ലൂ കട്ട് ചെയ്യേണ്ടത്. ഗ്ലൂ കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് IC പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള റെസിസ്റ്റർ കമ്പോണൻസൊക്കെ നമുക്ക് ICയോടൊപ്പം പൊങ്ങിപ്പോരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഗ്ലൂ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 4 ഭാഗവും പ്രോപ്പറായിട്ട് ഗ്ലൂ കട്ട് ചെയ്യുക, അത് മദർ ബോർഡിലേക്ക് തട്ടാതെ തന്നെ. അതിനുശേഷം നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുക. അത് 3 സൈഡിൽ നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. ബ്ലേഡ് ആക്സസ് ചെയ്യുന്ന സൈഡ് ഒഴിവാക്കിയിട്ട് മറ്റ് 3 സൈഡിലും നമുക്ക് ഫ്ലെക്സ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ വാമപ്പ് ചെയ്യാണ്. വാമപ്പിൽ നമ്മൾ ഹീറ്റ് ഉപയോഗിക്കുന്നത് 340, അതുപോലെ തന്നെ എയർ 40 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു 30 സെക്കൻഡ് IC വാമപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ മറ്റ് ICയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു IC പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇതുപോലെ വാമപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ 90 ഡിഗ്രിയിലാണ് നമ്മൾ IC റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോവർ ഹീറ്റ് ചെയ്യുന്നത്. ബ്ലോവർ ഹീറ്റ് ചെയ്യുമ്പം നിങ്ങൾ റൊട്ടേറ്റ് നന്നായി ചെയ്യുക. അതുപോലെ തന്നെ ബ്ലേഡ് കയറുന്ന ഭാഗത്തേക്ക് നോസിൽ വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 350 ആണ്. 350 ഹീറ്റും അതുപോലെ തന്നെ 50 എയറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലേഡ് ചെറുതായിട്ടൊന്ന് കയറ്റി ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CPU പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ശേഷം മദർ ബോർഡ് ക്ലീനിങ് ആണ്. അതിനുവേണ്ടി ഫ്ലെക്സ് ഇടുക. അതിനുശേഷം PPD 138 നമ്മൾ ഇട്ടതിന് ശേഷം എല്ലാ ബോൾസിൽ നിന്ന് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വിക്ക് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. വിക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ ആവാതെ 350 തന്നെ നമുക്ക് അയണിൻ്റെ ഹീറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗോട്ട് വിക്കാണ് ഏറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിക്ക്. അതിലേക്ക് പെട്ടെന്ന് അബ്സർവായി ലെഡ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഓവറായിട്ട് നമ്മൾ പ്രസ് ചെയ്യാതെ ബോർഡ് സേഫായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാഡുകളെല്ലാം ഷോർട്ടായിട്ട് മദർ ബോർഡ് ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക, ഓവറായിട്ട് പ്രസ് ചെയ്യാതിരിക്കുക. ശേഷം ഇതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഫ്ലെക്സ് യൂസ് ചെയ്തിട്ട് വിക്ക് ഇതുപോലെ പ്രോപ്പറായിട്ട് തന്നെ എല്ലാ ബോൾസിലും എത്തിക്കുക. അതിനുശേഷം നമുക്ക് മദർ ബോർഡ് ക്ലീനിങ് ആണ്. ക്ലീനിങ്ങിൽ ടിന്നർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ ബോൾസും ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് CPU ആണ് ക്ലിയർ ചെയ്യാനുള്ളത്. CPU ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഫ്ലെക്സ് ഇടുക. അതിനുശേഷം 138 PPD ഇട്ടതിന് ശേഷം അയണിൻ്റെ ഹീറ്റ് അറിയണത് 300 ബിലോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ 138 PPD ഇട്ടതിന് ശേഷം എല്ലാ ബോൾസിലും അതൊന്ന് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ അതിലുള്ള ഗ്ലൂ ഒക്കെ ഒന്ന് മെൽറ്റ് ആവാനും അത് സഹായിക്കും. അതിനുശേഷം ഇതുപോലെ വിക്കിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഓടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഗ്ലൂ ഒന്ന് ലൂസായി കിട്ടും.
CPU മുകളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒരു സൈഡിലോ അതുപോലെ തന്നെ ഹീറ്റോ ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ CPU കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അയൺ ഇതുപോലെ എടുത്തതിന് ശേഷം ഗമ്മ നമ്മൾ ഒരു സൈഡിലേക്ക് ഇതുപോലെ നീക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മദർ ബോർഡിൽ CPU ഓവറായിട്ട് നമ്മൾ പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ CPU പാഡുകളൊക്കെ ഷോർട്ടായി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഇൻസുലേറ്റിംഗ് പാർട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാഡുകളും ഷോർട്ടായിട്ട് നമ്മളെ CPU ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഓവർ പ്രസ്സിങ് കൊടുക്കാതെ നമുക്ക് CPU ഗ്ലൂ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് ഓരോ ഘട്ടമായി നമുക്ക് CPU ഗമ്മ് റിമൂവ് ചെയ്തെടുക്കാം. ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് CPU ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓരോരോ ഘട്ടമായിട്ട് നമുക്ക് ഗ്ലൂ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓരോ ബോൾസ് CPU പാഡ്സ് ക്ലിയറായി വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിങ് 2-3 പ്രാവശ്യം ചെയ്യുമ്പം അഥവാ ഫ്ലക്സ് ഇടുക. അതിനുശേഷം വീണ്ടും വിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CPU ഡാമേജ് ആവും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോള് ക്ലിയറായി വരുന്നതായിട്ട് കാണാം. ശേഷം ഗമ്മൊക്കെ റിമൂവ് ആയതിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്ക് വിക്ക് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ബോൾ ക്ലീൻ ചെയ്യുക. ശേഷം നമുക്ക് കോട്ടൺ ഉപയോഗിച്ചാണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ CPU പാഡുകൾ ക്ലീനായിട്ട് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ബ്രഷാണ്. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചാൽ നമ്മളെ ഒന്നും കൂടി ഷൈനായിട്ട് നമ്മുടെ CPU പാഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓവർ പ്രസ്സിങ് കൊടുത്തു കഴിഞ്ഞാൽ CPU ഡാമേജ് ആവും. അത് ശ്രദ്ധിക്കുക. IC പ്രോപ്പറായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ IC റീബോളിംഗ് ആണ്. അതിന് ICയുടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെൻസിൽ യൂസ് ചെയ്യുക. സ്റ്റെൻസിൽ എടുത്തതിന് ശേഷം എല്ലാ ബോൾസും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ സ്റ്റെൻസിലൂടെ എന്ന് നോക്കുക. അതിന് ശേഷമാണ് നമ്മൾ PPD അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. PPD നമ്മൾ എടുത്തിട്ടുള്ളത് കൈസിയുടെ 183 എന്ന PPD ആണ്. ഇതിലേക്ക് നമ്മളൊരു ബ്ലേഡിൽ എടുത്തതിന് ശേഷം അത് നമ്മൾ മെൽറ്റ് ചെയ്യുക. ഒരു കോട്ടൺ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ PPD പ്രോപ്പറായിട്ട് എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ PPD പൊങ്ങിപ്പോരുന്ന ഒരു പ്രോബ്ലം വരും. അപ്പം പാകത്തിന് മാത്രം നമ്മൾ PPD അപ്ലൈ ചെയ്യുക. ശേഷം നമുക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് മുകളിൽ ഓവറായിട്ട് കിടക്കുന്ന PPD ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ 340-40 എന്ന അനുപാതത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഹീറ്റ് വെയറും അപ്ലൈ ചെയ്ത് CPU റീബോൾ ചെയ്യുന്നത്. CPU സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരേ സ്ഥലത്ത് അടിച്ചാതെ സ്റ്റെൻസിലിലേക്ക് അടിച്ചുകൊണ്ട് ആ ഒരു PPDയിലുള്ള ചെറിയ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. നമ്മൾ പോകുന്നത് വരെ ചുറ്റും അടിക്കുക. അതിനുശേഷം ഇതുപോലെ ICയിലേക്ക് അടിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് CPU റീബോളായി കിട്ടും. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബോൾസും ക്ലിയർ ആയിട്ട് തന്നെ ICയിൽ മെൽറ്റായി ഒട്ടിപ്പിടിക്കുന്നതാണ്. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് CPU സ്റ്റെൻസിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും CPU ഒന്ന് റീബോൾ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോൾസൊക്കെ കറക്റ്റ് പ്രോപ്പർ
സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതായിട്ട്, കറക്റ്റ് മെൽറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ശേഷം നമുക്ക് ഈ ഒരു CPU-ൽ ഉള്ള ഫ്ലക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ടിന്നർ ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മദർ ബോർഡിൽ CPU റീഫിക്സ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്യുക മദർ ബോർഡിൽ. അതിനുശേഷം നമ്മൾ CPU-ൻ്റെ ഡോട്ട് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് CPU വെക്കുക. CPU-യുടെ 3 സൈഡിലും ഓരോ ലൈൻസ് ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് തന്നെ അതിനകത്ത് CPU ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 340/40 എയറിൽ CPU റീഫിക്സ് ചെയ്യാണ് മദർ ബോർഡിൽ. ഒരു 30 സെക്കൻഡ് നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ CPU ഒന്ന് ട്യൂസർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊന്ന് CPU എല്ലാ ബോർഡ്സും നമ്മൾ മദർ ബോർഡിൽ കണക്റ്റ് ആവും. അതിനുശേഷം നമ്മൾ ഒരു കൂളിംഗ് ഫാൻ ഉപയോഗിച്ച് ബോർഡ് കൂൾ ചെയ്യുക. ശേഷം നമ്മൾ ഗ്രില്ല് കട്ട് ചെയ്ത ഭാഗങ്ങളിൽ നമുക്ക് കപ്പാസിറ്റേഴ്സ് ഒക്കെ മദർ ബോഡിയിൽ ടച്ച് ചെയ്ത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ആ സൈഡ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് മദർ ബോർഡ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഷോർട്ടോ മറ്റ് ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശേഷം തെർമൽ പേസ്റ്റ് IC-യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മദർ ബോർഡ് സെറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ടച്ച് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.